OSPF, Open Shortest Path First Protocol. Open Shortest Path First Protocol is used for intra-autonomous system routing. And when എന്താണ് autonomous system? ഇന്റർനെറ്റിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിഫറെന്റ് ഓട്ടോണമസ് സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേഷന് കീഴിൽ വരുന്ന ഒരു സിംഗിൾ അഡ്മിനിസ്ട്രേഷന്റെ അതോറിറ്റിയിൽ വരുന്ന നെറ്റ്വർക്ക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓട്ടോണമസ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓട്ടോണമസ് സിസ്റ്റത്തിനുള്ളിൽ ഏത് റൂട്ടിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യണമെന്നൊക്കെ ആർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും? അതിന്റെ അഡ്മിനിസ്ട്രേഷന് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഓട്ടോണമസ് സിസ്റ്റത്തിനകത്തുള്ള റൂട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഇത് ഇൻട്രാ ഓട്ടോണമസ് സിസ്റ്റം റൂട്ടിംഗ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലുള്ള ഡിഫറെന്റ് ഓട്ടോണമസ് സിസ്റ്റംസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതുപോലുള്ള ഡിഫറെന്റ് എഎസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ ഡിഫറെന്റ് എഎസുകളുടെ റൂട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഇത് ഇന്റർ AS റൂട്ടിംഗ് പ്രോട്ടോകോൾസ്. ഒരു ഓട്ടോണമസ് സിസ്റ്റം ഒരു ASനുള്ളിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൂട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ആണ് ഇത് ഇൻട്രാ AS റൂട്ടിംഗ് പ്രോട്ടോകോൾസും. ഇൻട്രാ AS റൂട്ടിംഗ് പ്രോട്ടോകോളിന് എക്സാമ്പിൾ ആണ് RIP, OSPF ഒക്കെ. RIP എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് പ്രോട്ടോകോളിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആയിരുന്നു. ഈ OSPF ഒരു ഇൻട്രാ AS റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. OSPF എന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതത്തിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ്. ഇനി ഇതുപോലുള്ള ഡിഫറെന്റ് ASകൾ തമ്മിൽ ഇന്റർകണക്ട് ചെയ്യാൻ റൂട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾസിനാണ് എന്ത് പേര് പറയുന്നത്? ഇന്റർ AS അല്ലെങ്കിൽ ഇന്റർ ഓട്ടോണമസ് സിസ്റ്റം റൂട്ടിംഗ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. സോ OSPF was used for intra autonomous system routing. ഇനി OSPFന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് പറയുന്നത് ഈ പ്രോട്ടോകോൾ ഓപ്പൺ ആണ്. മീൻസ് അതിന്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ലൈസൻസ് ഫീസ് ഒന്നും കൊടുക്കാണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ OSPF is based on shortest path first algorithm അല്ലെങ്കിൽ ഡൈസ്ട്രാസ് അൽഗോരിതത്തിനെ ബേസ് ചെയ്തിട്ടാണ് OSPF ഓപ്പറേറ്റ് ചെയ്യുന്നത്. OSPF എന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. അതുകൊണ്ട് തന്നെ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോളിന്റെ ഫീച്ചേഴ്സ് എല്ലാം എന്തിനുണ്ട്? OSPFനുണ്ട്. LSP ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾ ചെയ്യുന്നത് പോലെ തന്നെ ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ ലിങ്ക് സ്റ്റേറ്റ് പാക്കറ്റ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഏരിയയിലുള്ള അതായത് അതിന്റെ ഹൈറാർക്കിയൽ ഏരിയയിലുള്ള എല്ലാ റൗട്ടേഴ്സിനും ഒരു ഹൈറാർക്കിയൽ ഏരിയ ആ ഏരിയയിലുള്ള എല്ലാ റൗട്ടേഴ്സിനും എന്തെത്തിക്കും? ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ്സ് എത്തിക്കും. പക്ഷെ ആ അഡ്വർടൈസ്മെന്റിൽ എന്ത് മാത്രമേ കാണുള്ളൂ? ഓരോ റൗട്ടറും അതിന്റെ നെയ്ബേഴ്സിന്റെ ഡീറ്റെയിൽസ് മാത്രമേ കാണുള്ളൂ. ഓരോ റൗട്ടറും അതിന്റെ നെയ്ബേഴ്സിന്റെ ഡീറ്റെയിൽസ് മാത്രം. പക്ഷെ ആ പെർട്ടിക്കുലർ ഹൈറാർക്കിയൽ ഏരിയയിലുള്ള എല്ലാ റൗട്ടേഴ്സിനും ഇത് എത്തിക്കും. ഈ പറയുന്ന ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ്സ് എത്തിക്കും. സോ OSPF ഒരു ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും കാണും. പിന്നെ ഒതന്റിക്കേഷൻ ഓഫ് റൂട്ടിംഗ് മെസ്സേജസ്. OSPF റൂട്ടേഴ്സിന്റെ എല്ലാ എക്സ്ചേഞ്ചസ് എല്ലാ മെസ്സേജസിന്റെ എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നതും എല്ലാ ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ്സും ഒതന്റിക്കേറ്റഡ് ആണ്. അതായത് ട്രസ്റ്റഡ് റൗട്ടേഴ്സിന് മാത്രമേ OSPF പ്രോട്ടോകോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാ എക്സ്ചേഞ്ചസും ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ്സും ഒതന്റിക്കേറ്റഡ് ആണ് ഇതിൽ OSPFൽ. പിന്നെ OSPF പ്രൊവൈഡ്സ് ലോഡ് ബാലൻസിങ്. ലോഡ് ബാലൻസിങ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട് ഡിഫറെന്റ് റൂട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതിൽ എല്ലാ റൂട്ട്സും ഈക്വൽ കോസ്റ്റ് ആണെന്ന് വരും. ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള റൂട്ട്സ് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് റൂട്ട്സ് അതെല്ലാം എന്താണ്? ഈക്വൽ കോസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? ട്രാഫിക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈക്വൽ കോസ്റ്റ് ഉള്ള പാത്തിനെല്ലാം ഫുൾ ട്രാഫിക്കിനെ എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ എന്ത് പറയാം? OSPF പ്രൊവൈഡ്സ് ലോഡ് ബാലൻസിങ്. അതായത് ഒരേ ഡെസ്റ്റിനേഷനിലോട്ട് ഈക്വൽ കോസ്റ്റ് ഉള്ള കുറെ റൂട്ട്സ് അവൈലബിൾ ആണെങ്കിൽ എല്ലാ റൂട്ടിലായിട്ട് എന്ത് ചെയ്ത് കൊടുക്കും? ഉള്ള ട്രാഫിക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് OSPF എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ലോഡ് ബാലൻസിങ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ OSPF ഇൻക്ലൂഡ് ടൈപ്പ് ഓഫ് സർവീസ് റൂട്ടിംഗ്. ടൈപ്പ് ഓഫ് സർവീസ് റൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്ത് ടൈപ്പ് ഓഫ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടുള്ളത്? ചിലടത്ത് ഇപ്പോൾ എറർ ഫ്രീ ആയിട്ട് ഡേറ്റ എത്തിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനം. ചിലപ്പോൾ ഡേറ്റ വളരെ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടെത്തിക്കുക എന്നുള്ളതായിരിക്കും പ്രധാനം. സോ എന്ത് ടൈപ്പ് ഓഫ് സർവീസ് ആണോ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് സെപ്പറേറ്റ് റൂട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സർവീസിനനുസരിച്ച് റൂട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അത് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? OSPF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈപ്പ് ഓഫ് സർവീസ് റൂട്ടിംഗ്.
പിന്നെ അഡീഷണൽ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണമസ് സിസ്റ്റത്തിന് തന്നെ വീണ്ടും അതിനുള്ളിൽ പാർട്ടീഷൻ ചെയ്യുക, ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യുക. അതും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? OSPF പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കുറച്ചുകൂടി ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇന്റർനെറ്റിനെ തന്നെ ഡിഫറെന്റ് ഓട്ടോണമസ് സിസ്റ്റംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ OSPF ആണെങ്കിൽ ഈ ഓട്ടോണമസ് സിസ്റ്റത്തിന് തന്നെ അഗെയിൻ എന്ത് ചെയ്യും? പാർട്ടീഷൻ ചെയ്തിട്ട് ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ ഇന്റഗ്രേറ്റഡ് സപ്പോർട്ട് ഫോർ യൂണികാസ്റ്റ് ആൻഡ് മൾട്ടികാസ്റ്റ് റൂട്ടിംഗ്. യൂണികാസ്റ്റ് റൂട്ടിംഗ് എന്ന് വെച്ചാൽ ഒരു സിംഗിൾ ഡെസ്റ്റിനേഷൻ ഉള്ളതാണ് യൂണികാസ്റ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. മൾട്ടികാസ്റ്റ് റൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കായിട്ട് വരുന്നതാണ് ഇത് മൾട്ടികാസ്റ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ OSPF എന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആയതുകൊണ്ട് തന്നെ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗിന്റെ എല്ലാ ഫീച്ചേഴ്സും ആർക്കും ഉണ്ട്, OSPF-നുണ്ട്. ഫസ്റ്റ് വൺ, അഡ്വർടൈസ് അബൌട്ട് നെയ്ബർഹുഡ്. OSPF-ൽ ഒരു റൗട്ടർ അതിന്റെ എൻറ്റയർ റൂട്ടിംഗ് ടേബിൾ സെൻഡ് ചെയ്യില്ല. അതിന് പകരം എന്ത് മാത്രം സെൻഡ് ചെയ്യും? ഒരു റൗട്ടർ എപ്പോഴും അതിന്റെ നെയ്ബേഴ്സിന്റെ ഡീറ്റെയിൽസ്, അതായത് ഒരു റൗട്ടർ അത് ആരൊക്കെയായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ് അവരെയാണ് നെയ്ബേഴ്സ് എന്ന് പറയാം. ആരൊക്കെയായിട്ടാണ് ഡയറക്ട്ലി കണക്റ്റഡ്, ഏതൊക്കെ റൗട്ടേഴ്സ് ആയിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്, ആ ലിങ്കിന്റെ എല്ലാം കോസ്റ്റ് എത്രയാണ്. സോ അങ്ങനെയുള്ള നെയ്ബർഹുഡ് ഡീറ്റെയിൽസ് മാത്രം ആർക്ക് സെൻഡ് ചെയ്യും? എല്ലാവർക്കും സെൻഡ് ചെയ്യും. സോ അഡ്വർടൈസ് അബൌട്ട് നെയ്ബർഹുഡ്, അല്ലാണ്ട് കംപ്ലീറ്റ് റൂട്ടിംഗ് ടേബിൾ സെൻഡ് ചെയ്യില്ല, ജസ്റ്റ് നെയ്ബേഴ്സിന്റെ ഡീറ്റെയിൽസ് മാത്രം സെൻഡ് ചെയ്യും. ഇങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ അടുത്ത നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫ്ലഡിംഗ് ആണ്. Each router sends this information to every other router on the internet network, not just to its neighbors. പക്ഷെ ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന കാര്യം, ഈ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുന്നത് നെയ്ബേഴ്സിനെ പറ്റി മാത്രമാണ്. പക്ഷെ സെൻഡ് ചെയ്യുന്ന കാര്യം ഇപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഒരു ഏരിയയിലുള്ള എല്ലാ റൗട്ടേഴ്സിനും ബാക്കി എല്ലാ റൗട്ടേഴ്സിനും ഈ ഡീറ്റെയിൽസ് എത്തിച്ചു കൊടുക്കും. അതിനാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലഡിംഗ് പ്രോസസ്സിലൂടെയാണ് ഒരു റൗട്ടർ അതിന്റെ നെയ്ബേഴ്സിന്റെ ഡീറ്റെയിൽസ് ബാക്കി ആ ഏരിയയിലുള്ള എല്ലാ റൗട്ടേഴ്സിനും എത്തിച്ചു കൊടുക്കുക. സോ ഫ്ലഡിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞ റൗട്ടറിന്റെ ഡീറ്റെയിൽസ്, അതായത് നെയ്ബേഴ്സിന്റെ ഡീറ്റെയിൽസ് ബാക്കി ആ ഏരിയയിലുള്ള എല്ലാ റൗട്ടറിന്റെ കയ്യിലും എത്തിയിട്ടുണ്ടാവും ആഫ്റ്റർ ഫ്ലഡിംഗ്. നെക്സ്റ്റ്, ആക്റ്റീവ് റെസ്പോൺസ്. ഈച്ച് റൗട്ടർ സെൻഡ്സ് ഔട്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ നെയ്ബർ വെൻ ദർ ഇസ് എ ചേഞ്ച്. ഇപ്പൊ നേരത്തെ ആദ്യം ഉണ്ടായിരുന്ന ഒരു പെർട്ടിക്കുലർ റൗട്ടർ കണക്റ്റഡ് ആയിരുന്നു, ഒരു നെയ്ബർ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് ആ പറയുന്ന റൗട്ടർ റിമൂവ് ചെയ്യോ അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും ഒരു റൗട്ടർ നെയ്ബറായിട്ട് ഡയറക്ട്ലി ആഡപ്പ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണെങ്കിൽ അതും എന്ത് ചെയ്യും? ഓരോ റൂട്ടറും അതിന്റെ ബാക്കി എല്ലാ റൗട്ടേഴ്സിനെ അറിയിക്കും. സോ അതിനാണ് എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് എന്തെങ്കിലും ചേഞ്ച് അപ്ഡേറ്റ് വരികയാണെങ്കിൽ ആ അപ്ഡേറ്റ്സും എല്ലാവരെയും അറിയിക്കുക. പിന്നെ ഇതുപോലെ ഈ ഫ്ലഡിംഗ് കഴിയുമ്പോൾ എന്ത് കഴിഞ്ഞിട്ടുണ്ടാവും? എല്ലാ റൗട്ടേഴ്സും അവരുടെ നെയ്ബേഴ്സിന്റെ ഡീറ്റെയിൽസ് ബാക്കി എല്ലാ റൗട്ടേഴ്സിനെയും അറിയിച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഫ്ലഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഷോർട്ടസ്റ്റ് പാത്ത് കാൽക്കുലേഷൻ ആണ്. അതായത് ഓരോ റൗട്ടറും അതിന്റെ ഏരിയയിലുള്ള ബാക്കി റൗട്ടേഴ്സിൽ എത്തിച്ചേരാനുള്ള ബെസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക. അതാണ് ഷോർട്ടസ്റ്റ് പാത്ത് കാൽക്കുലേഷൻ. എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഓരോ റൗട്ടറും അതിന്റെ ഏരിയയിലുള്ള ബാക്കി റൗട്ടേഴ്സിൽ എത്തിച്ചേരാനുള്ള ബെസ്റ്റ് പാത്ത് കണ്ടുപിടിക്കണം. സോ ഫ്ലഡിംഗ് കഴിയുമ്പോൾ ഷോർട്ടസ്റ്റ് പാത്ത് കാൽക്കുലേഷൻ ചെയ്യുന്നു. അതിനായിട്ട് ഡൈസ്ട്രാസ് അൽഗോരിതം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി OSPF-ൽ ഒരു ഓട്ടോണമസ് സിസ്റ്റം, ഒരു ഏസിനെ തന്നെ നമുക്ക് വീണ്ടും ഫർദർ കുറെ ഏരിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം, ഡിഫറെന്റ് ഏരിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടുത്തെ എക്സാമ്പിൾ ഒരു 4 ഏരിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു ഓട്ടോണമസ് സിസ്റ്റത്തിന്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ എന്തായിട്ട് ആക്ട് ചെയ്യും? കോൺഫിഗർ ചെയ്യും, ബാക്ക് ബോൺ ഏരിയ ആയിട്ട് കോൺഫിഗർ ചെയ്യും. ആ ബാക്ക് ബോൺ ഏരിയ ആണ് ഈ ഡിഫറെന്റ് ഏരിയസിന് തമ്മിലുള്ള റൂട്ടിംഗ് പോസിബിൾ ആക്കുന്നത്. ഏത് വഴിയാണ്? ബാക്ക് ബോൺ ഏരിയ വഴിയാണ്. സോ ഒരു ഏസിനെ തന്നെ ഓട്ടോണമസ് സിസ്റ്റത്തിന് തന്നെ ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ഒരു ഏരിയ ബാക്ക് ബോൺ ഏരിയ ആയിട്ട് കോൺഫിഗർ ചെയ്യുന്നു. ബാക്ക് ബോൺ ഏരിയ ആണ് ഡിഫറെന്റ് ഏരിയസ് തമ്മിലുള്ള റൂട്ടിംഗ് പോസിബിൾ ആക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് 4 ടൈപ്സ് ഓഫ് OSPF റൗട്ടേഴ്സ് കാണാൻ പറ്റും. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റേണൽ റൗട്ടേഴ്സ് ആണ്. ഇവിടെ 1 2 3 4 5 6 7 8 9 1 to 9 മാർക്ക് ചെയ്തിരിക്കുന്ന റൗട്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാം എന്താണ്? ഇന്റേണൽ റൗട്ടേഴ്സ് ആണ്. ഒരു പെർട്ടിക്കുലർ ഏരിയക്കകത്ത് മാത്രമായിട്ട് വരുന്നതാണ് ഇത് പറയുന്നത് ഇന്റേണൽ റൗട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഏരിയ ബോർഡർ റൗട്ടേഴ്സ് ഉണ്ട്. 10 11 12 എന്ന് പറയുന്നത് ഏരിയ ബോർഡർ റൗട്ടേഴ്സ് ആണ്. അത് ഏരിയയിലും ബിലോങ് ചെയ്യും, ബാക്ക് ബോണിലും ബിലോങ് ചെയ്യും. ഇവിടെ 12 നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഏരിയ 1ലും ബിലോങ് ചെയ്യുന്നുണ്ട്, ബാക്ക് ബോണിലും ബിലോങ് ചെയ്യുന്നുണ്ട്. സോ ഡിഫറെന്റ് ഏരിയാസിനെ ബാക്ക് ബോൺ വഴി കണക്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഈ ഏരിയ ബോർഡർ റൗട്ടേഴ്സ് വഴിയാണ്. ഇവിടെ 10 11 12 ആണ് റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് ഏരിയ ബോർഡർ റൗട്ടേഴ്സ്.
ഇനി ബാക്ക്ബോൺ റൗട്ടേഴ്സ് ഉണ്ട്. ഇവിടെ 13, 14 എന്ന് പറയുന്ന ബാക്ക്ബോൺ റൗട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ നോൺ ബോർഡർ റൗട്ടേഴ്സ് ആണ്. ബാക്ക്ബോണിനകത്ത് മാത്രമാണ് റൗട്ടിംഗ് പെർഫോം ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത് 13, 14. സോ അവരെ ബാക്ക്ബോൺ റൗട്ടേഴ്സ് അല്ലെങ്കിൽ നോൺ ബോർഡർ റൗട്ടേഴ്സ് എന്ന് പറയും. ഈ 15 എന്ന് പറയുന്നത് ബൗണ്ടറി റൗട്ടർ ആണ്. ബൗണ്ടറി റൗട്ടർ എന്ന് പറയുമ്പോൾ ഒരു ASനെ തന്നെ ഡിഫറെന്റ് ASകളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റൗട്ടേഴ്സ് ആണ് ഇത് ബൗണ്ടറി റൗട്ടർ. ബൗണ്ടറി റൗട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോണമസ് സിസ്റ്റത്തിൽ നിന്ന് അതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ബാക്കി ഓട്ടോണമസ് സിസ്റ്റത്തിലോട്ട് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് ബൗണ്ടറി റൗട്ടർ. സോ ഇന്റേണൽ റൗട്ടേഴ്സ് 1 to 9 ഇവിടെ, 10, 11, 12 എന്താണ് ഏരിയ ബോർഡർ റൗട്ടേഴ്സ്, പിന്നെ 13, 14 എന്ന് പറയുന്നത് ബാക്ക്ബോൺ റൗട്ടേഴ്സ്, 15 എന്ന് പറയുന്നത് ഏതാണ് ബൗണ്ടറി റൗട്ടർ. 5 types of OSPF messages ഉണ്ട്. ഫസ്റ്റ് വൺ ഹെലോ മെസ്സേജ് എന്ന് പറയുന്നത് നെയ്ബേഴ്സിനെ ഡിസ്കവർ ചെയ്യാൻ. ഓരോ റൗട്ടറും അത് ആരൊക്കെയായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്, അതായത് അതിന്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണെന്ന് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെസ്സേജ് ആണ് ഇത് ഹെലോ മെസ്സേജ്. ഇനി ഡേറ്റാബേസ് ഡിസ്ക്രിപ്ഷൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെൻഡർ അതിന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരുവാണെങ്കിൽ, ഒരു ചേഞ്ചോ അപ്ഡേറ്റോ വരുവാണെങ്കിൽ അത് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെസ്സേജ് ആണ് ഡേറ്റാബേസ് ഡിസ്ക്രിപ്ഷൻ മെസ്സേജ്. അടുത്ത ലിങ്ക് സ്റ്റേറ്റ് റിക്വസ്റ്റ് മെസ്സേജ്. ഒരു റൗട്ടർ അതിന്റെ നെയ്ബർ റൗട്ടേഴ്സ് അതുമായിട്ട് ഡയറക്ട്ലി കണക്ട് ചെയ്തിട്ടുള്ള നെയ്ബർ റൗട്ടേഴ്സിന് ഇൻഫോർമേഷൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് സെൻഡ് ചെയ്യുന്ന മെസ്സേജസ് ആണ് ഇത് ലിങ്ക് സ്റ്റേറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻഡർ, ഒരു റൗട്ടർ അതിന്റെ നെയ്ബേഴ്സ് ആരൊക്കെയാണ്, അത് ആരൊക്കെയായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്, ആ കണക്ട് ചെയ്തിരിക്കുന്ന ലിങ്കിന്റെ കോസ്റ്റ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം സെൻഡ് ചെയ്യുന്ന മെസ്സേജസിനാണ് എന്തെന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ലിങ്ക് സ്റ്റേറ്റ് അക്നോളജസ് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് സ്റ്റേറ്റ് അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് സെൻഡ് ചെയ്യുന്ന അക്നോളജ്മെന്റ് ആണ് എന്ത് ലിങ്ക് സ്റ്റേറ്റ് അക്നോളജ്മെന്റ് മെസ്സേജ്. അങ്ങനെ 5 types of OSPF മെസ്സേജസ് ആണ് ഉള്ളത്. OSPF മെസ്സേജസ് എല്ലാം ബിഗിൻ ചെയ്യുന്നത് സെയിം ഹെഡർ വെച്ചിട്ടാണ് എല്ലാ OSPF മെസ്സേജസും ബിഗിൻ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ OSPF പാക്കറ്റ് നോക്കുകയാണെങ്കിൽ വേർഷൻ ഫീൽഡ് യൂസ് ചെയ്യുന്ന OSPFന്റെ ഏത് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് വേർഷൻ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് ടൈപ്പ് ഓഫ് OSPF മെസ്സേജസ് ആണ്. ഇപ്പൊ നമ്മൾ 5 types of OSPF മെസ്സേജ് എന്ന് പറഞ്ഞു, അതിൽ ഏത് ടൈപ്പ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ. സോ വാല്യൂസ് 1 through 5, 1, 2, 3, 4, 5 അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. സോ 5 types of മെസ്സേജസ് ആണുള്ളത്. സോ അത് ഏത് ടൈപ്പ് ഓഫ് മെസ്സേജ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് ഫീൽഡ് യൂസ് ചെയ്യുന്നത്. ഇനി മെസ്സേജ് ലെങ്ത് എന്ന് പറയുന്നത് പാക്കറ്റ് ലെങ്ത്, എൻറ്റയർ പാക്കറ്റിന്റെ ലെങ്ത് ആണ്. ഹെഡറും ഡേറ്റയൊക്കെ ആയിട്ട് എൻറ്റയർ പാക്കറ്റിന്റെ ലെങ്ത് ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മെസ്സേജ് ലെങ്തിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബൈറ്റ്സിലാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത സോഴ്സ് റൗട്ടർ IP അഡ്രസ്. സോഴ്സ് റൗട്ടർ IP അഡ്രസ് എന്ന് വെച്ചാൽ ഈ പാക്കറ്റ് സെൻഡ് ചെയ്ത സോഴ്സിന്റെ അഡ്രസ് ആണ് ഇത് സോഴ്സ് റൗട്ടർ IP അഡ്രസ്. ഏരിയ ID എന്ന് പറയുന്നത് ഈ പാക്കറ്റ് ബിലോങ് ചെയ്യുന്നത് ഏത് ഏരിയയിലാണ്. സോ ഒരു ASനെ തന്നെ ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഏത് ഏരിയയിലാണ് ഈ പാക്കറ്റ് ബിലോങ് ചെയ്യുന്നത് അതിനെ ഐഡന്റിഫൈ ആയിട്ടാണ് ഏരിയ ID. ചെക്സം നമുക്കറിയാവുന്ന കണക്ക് ഒരു 16-bit ചെക്സം ആണ് യൂസ് ചെയ്യുന്നത്. എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് ചെക്സം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ചെക്സം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒതന്റിക്കേഷൻ ഫീൽഡിനെ അവോയ്ഡ് ചെയ്തിട്ടാണ് എപ്പോഴും ചെക്സം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഒതന്റിക്കേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒതന്റിക്കേഷൻ എന്ത് ടൈപ്പ് ഓഫ് ഒതന്റിക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കാണിക്കാനായിട്ട് അതിന്റെ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഒതന്റിക്കേഷൻ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒതന്റിക്കേഷൻ ടൈപ്പ് വാല്യൂ 0 ആണെങ്കിൽ ഒരു ഒതന്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, നോ ഒതന്റിക്കേഷൻ. ഒതന്റിക്കേഷൻ ടൈപ്പ് വാല്യൂ 1 ആണെങ്കിൽ സിമ്പിൾ പാസ്വേഡ് ഒതന്റിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. വാല്യൂ 2 ആണെങ്കിൽ ക്രിപ്റ്റോഗ്രാഫിക് ഒതന്റിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ഒതന്റിക്കേഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ, ആ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഫോർമേഷൻ എല്ലാമാണ് ഏത് ഫീൽഡിൽ വെക്കുന്നത് ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞ ഫീൽഡിൽ ഉണ്ടാവുക. ഇനി അടുത്ത ഡേറ്റ എന്ന് പറയുന്നത് ഫൈനലി ഒറിജിനൽ ഡേറ്റ ആണ് ഡേറ്റ ഫീൽഡിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ BGP. BGP എന്ന് പറയുന്നത് ഒരു ഇന്റർ AS റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. നേരത്തെ നമ്മൾ പഠിച്ച RIP ആണെങ്കിലും OSPF ആണെങ്കിലും ഇൻട്രാ AS റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. ഒരു ഓട്ടോണമസ് സിസ്റ്റത്തിനുള്ളിലുള്ള റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻട്രാ AS റൂട്ടിംഗ് പ്രോട്ടോകോൾ. ഇതുപോലുള്ള ഡിഫറെന്റ് ASകൾ തമ്മിൽ റൂട്ടിംഗ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഇത് ഇന്റർ AS റൂട്ടിംഗ് പ്രോട്ടോകോൾ. അതിന് എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് BGP പ്രൊവൈഡ്സ് റൂട്ടിംഗ് ബിറ്റ്വീൻ ഓട്ടോണമസ് സിസ്റ്റംസ്. Within autonomous system ആണെങ്കിൽ intra AS, അതിന് എക്സാമ്പിൾ RIP.
OSPF. Between autonomous systems ആണെങ്കിൽ ഏതാണ് inter AS routing protocol. അതിന് example ആണ് ഇത് BGP. BGP എന്ന് പറയുന്നത് it can be characterized as a path vector protocol. ഒരു path vector protocol-ന്റെ implementation ആ BGP എന്ന് പറയാം. Path vector protocol എന്ന് പറഞ്ഞാൽ BGP ഒരിക്കലും full coast information ഒരു particular destination എത്താനുള്ള coast information ഒന്നും propagate ചെയ്യത്തില്ല. path മാത്രം propagate ചെയ്യും. അതായത് സെന്ററിൽ നിന്ന് ഡെസ്റ്റിനേഷൻ AS-ൽ ഏത് path വഴി എത്താം, ഏതൊക്കെ AS-കൾ പാസ് ചെയ്ത് ഫൈനലി ഡെസ്റ്റിനേഷൻ AS-ൽ എത്താം എന്നുള്ള path information മാത്രമേ ആര് propagate ചെയ്യത്തുള്ളൂ, BGP propagate ചെയ്യത്തുള്ളൂ. സോ BGP-നെ നമുക്ക് വേണമെങ്കിൽ path vector protocol എന്ന് പറയാം. ഇനി ഈ പറയുന്ന ഇൻഫോർമേഷൻ എല്ലാവർക്കും അതുമായിട്ട് ഒരു ഓട്ടോണമസ് സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ഇൻഫോർമേഷൻ അതുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഓട്ടോണമസ് സിസ്റ്റംസിനും പാസ് ചെയ്യും. BGP-യുടെ കാര്യത്തിലാണെങ്കിൽ ഇന്റർനെറ്റിനെ അത് കൺസിഡർ ചെയ്യുന്ന തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് AS-കളായിട്ടാണ്, ഡിഫറെന്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ഓട്ടോണമസ് സിസ്റ്റംസ് ആയിട്ടാണ്. ഇനി ഓരോ ഓട്ടോണമസ് സിസ്റ്റത്തിനും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു AS നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇന്റർനെറ്റിനെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓട്ടോണമസ് സിസ്റ്റംസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഓട്ടോണമസ് സിസ്റ്റത്തിനും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു AS നമ്പർ അല്ലെങ്കിൽ ഓട്ടോണമസ് സിസ്റ്റം നമ്പർ കൊടുത്തിട്ടുണ്ട്. BGP എന്താണ്, ഒരു പാത്ത് വെക്ടർ പ്രോട്ടോകോൾ ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ X എന്ന് പറഞ്ഞ ഒരു ഓട്ടോണമസ് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ BGP ടേബിളിനകത്ത് അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. X-ന്ന് Z എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് സിസ്റ്റത്തിലോട്ട് പോകാൻ ഒരു പാത്ത് ഉണ്ട്. X എന്ന് പറയുന്ന ഓട്ടോണമസ് സിസ്റ്റത്തിൽ നിന്ന് Z-ലോട്ട് പോകാനുള്ള Z എന്ന് പറയുന്ന ഓട്ടോണമസ് സിസ്റ്റത്തിലോട്ട് പോകാനുള്ള പാത്ത് എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, X, Y1, Y2, Y3, Z. That means X എന്ന് പറയുന്ന AS-ന്ന് എങ്ങോട്ട് പോകണം, Y1 എന്ന് പറയുന്ന AS-ലോട്ട് പോകണം, then Y2 എന്ന് പറഞ്ഞ AS-ലോട്ട് പോകണം, then Y3 എന്ന് പറഞ്ഞ AS-ലോട്ട് പോകണം, ഫൈനൽ ഡെസ്റ്റിനേഷൻ Z എന്ന് പറഞ്ഞ AS-ൽ എത്തിച്ചേരാൻ. ഇനി ഈ പറയുന്ന ഡീറ്റെയിൽസ് X അതിന്റെ BGP ടേബിൾ, അതായത് ബാക്കി AS-കളിൽ എത്തിച്ചേരാനുള്ള ഇതുപോലുള്ള പാത്തുകൾ, ആ BGP ടേബിൾ എപ്പോഴും മാർക്ക് സെൻഡ് ചെയ്യും. അതിന്റെ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെലിൽ അതിന്റെ നെയ്ബേഴ്സിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ നെയ്ബേഴ്സിനും ഈ പറയുന്ന ഇതുപോലെ ഡീറ്റെയിൽസ് കിട്ടും. അതനുസരിച്ച് ഓരോ നെയ്ബേഴ്സും അവരുടെ ടേബിളും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സപ്പോസ് X-ന്റെ ഈ ഇൻഫോർമേഷൻ X to Z പോകാനുള്ള ഈ പാത്ത് ഇൻഫോർമേഷൻ X അതിന്റെ നെയ്ബേഴ്സിന് സെൻഡ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ X-ന്റെ ഒരു നെയ്ബർ ആണ് ആര്, W. അപ്പൊ W-ന് വേണമെങ്കിൽ ഇനി അതിന്റെ ടേബിൾ, അതിന്റെ BGP ടേബിളിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, അതിന്റെ BGP ടേബിളിനെ അത് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു, W, X, Y1, Y2, Y3, Z എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്യുന്നു. അതായത് X എന്ത് പറഞ്ഞു കൊടുത്തു, X-ന്ന് Z-ലോട്ട് പോകാനുള്ള പാത്താണ് Y1, Y2, Y3 വഴി Z-ൽ എത്താം. സോ W-ഉം X-ഉം എന്താണ്, നെയ്ബേഴ്സ് ആണ്. സോ അതായത് ദേ ആർ ഡയറക്ട്ലി കണക്റ്റഡ്. അപ്പൊ എന്ത് പറയാം, W-ന് എന്ത് പറയാം, W to Z പോവാൻ ഏത് വഴി നോക്കിയാൽ മതി, W to X പോവാ, പിന്നെ Y1 പോവാ, പിന്നെ Y2 പോവാ, പിന്നെ Y3 പോവാ, പിന്നെ Z പോവാ. സോ ഇതുപോലെ BGP-യിൽ പാത്താണ് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെ AS വഴി പോയി ഫൈനൽ ഡെസ്റ്റിനേഷൻ AS-ൽ എത്താം. അല്ലാണ്ട് കോസ്റ്റ് ഇൻഫോർമേഷൻ ഒന്നും പ്രൊപ്പഗേറ്റ് ചെയ്യില്ല. ഇതുപോലെ പാത്ത് ഇൻഫോർമേഷൻ മാത്രം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. സോ അതുകൊണ്ട് തന്നെ BGP എന്ന് പറയുന്നത് പാത്ത് വെക്ടർ പ്രോട്ടോകോളിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ്. ഇവിടെ ഇപ്പൊ ഓരോ AS-ന്റെ നെയ്ബേഴ്സ് പറഞ്ഞു. ഈ നെയ്ബേഴ്സിനെ നമ്മൾ നെയ്ബേഴ്സ് ആയിട്ടുള്ള AS-കൾ നമ്മൾ പിയേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഇങ്ങനെ ഡിഫറെന്റ് മെസ്സേജസ് ഈ പിയേഴ്സ് ആയിട്ട് BGP-യിൽ പാസ് ചെയ്യും. അങ്ങനെ 4 ടൈപ്സ് ഓഫ് മെസ്സേജസ് ആണുള്ളത്. ഓപ്പൺ, അപ്ഡേറ്റ്, നോട്ടിഫിക്കേഷൻ, കീപ്പ് അലൈവ്. ഓപ്പൺ മെസ്സേജ് എന്ന് പറഞ്ഞാല് ഒരു AS-ന് അതിന്റെ പിയർ അല്ലെങ്കിൽ അതിന്റെ നെയ്ബറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ആണ് ഇതെന്ന് പറയുന്നത് ഓപ്പൺ മെസ്സേജ്. ഒരു AS അതിന്റെ പിയർ അല്ലെങ്കിൽ നെയ്ബറിംഗ് AS-ഉമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ആണ് ഇത് ഓപ്പൺ. ഈ ഓപ്പൺ മെസ്സേജ് ഈ പിയർ അല്ലെങ്കിൽ നെയ്ബറിന് അക്സെപ്റ്റബിൾ ആണെങ്കിൽ അത് തിരിച്ച് എന്ത് സെൻഡ് ചെയ്യും, കീപ്പ് അലൈവ് മെസ്സേജ് സെൻഡ് ചെയ്യും. ഇനി അപ്ഡേറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഇതുപോലുള്ള പാത്ത് ഇൻഫോർമേഷൻ ഓരോ AS-ഉം അതിന്റെ വേറെ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ AS-ൽ എത്തിച്ചേരാനുള്ള പാത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പാത്ത് ഇൻഫോർമേഷൻ കൊടുക്കുന്ന മെസ്സേജസിനാണ് എന്തെന്ന് പറയുന്നത്, അപ്ഡേറ്റ് മെസ്സേജസ് എന്ന് പറയുന്നത്. ഇനി നോട്ടിഫിക്കേഷൻ മെസ്സേജസ് എന്ന് പറയുന്നത് എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആ എറേഴ്സ് ഡിറ്റക്ട് ചെയ്തെങ്കിൽ ആ എറേഴ്സ് ഒക്കെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ആണ് ഇത് നോട്ടിഫിക്കേഷൻ മെസ്സേജ്. സോ നെയ്ബേഴ്സ് അല്ലെങ്കിൽ BGP പിയേഴ്സ് അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഓപ്പൺ മെസ്സേജ്, അത് അക്സെപ്റ്റബിൾ ആണെങ്കിൽ തിരിച്ച് കീപ്പ് അലൈവ് മെസ്സേജ്,
പാത്ത് ഇൻഫോർമേഷൻ ഒക്കെ സെൻഡ് ചെയ്യാനായിട്ട് അപ്ഡേറ്റ് മെസ്സേജ്, എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യാനായിട്ട് ഏത് മെസ്സേജ്, നോട്ടിഫിക്കേഷൻ മെസ്സേജ്. അങ്ങനെ ഡിഫറെന്റ് ASകൾ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടാണ് ഏത് പ്രോട്ടോകോൾ, റൂട്ടിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്, BGP യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ASകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ASനകത്ത് വരുന്ന BGP കണക്ഷൻസിനെ ഇന്റേണൽ BGP എന്ന് പറയും. ഒരു ASന് പുറത്ത്, അതായത് ഡിഫറെന്റ് ASകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നിടത്ത്, സോ ഒരു ASന് പുറത്ത് വരുന്ന കണക്ഷൻസിന് എന്ത് പേര് പറയും, എക്സ്റ്റേണൽ BGP എന്ന് പറയും. MPLS മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിങ്. MPLS എന്ന് പറയുന്നത് ഒരു ഫോർവേഡിംഗ് സ്കീമാണ്. IP പാക്കറ്റ് ഫോർവേഡിംഗ്, IP പാക്കറ്റ്സിനെ ഫോർവേഡ് ചെയ്യുന്ന പ്രോസസ്, അതിനെ സ്പീഡ് അപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർവേഡിംഗ് സ്കീമാണ് MPLS എന്ന് പറയുന്നത്. MPLS പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്സിന്റെയും അതുപോലെ തന്നെ സർക്യൂട്ട് സ്വിച്ച്ഡ് നെറ്റ്വർക്സിന്റെയും രണ്ടിന്റെയും പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഉള്ള ഒരു ഫോർവേഡിംഗ് സ്കീമാണ്. പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്സിന്റെയും സർക്യൂട്ട് സ്വിച്ചിങ്ങിന്റെ രണ്ടിന്റെ പ്രോപ്പർട്ടീസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോർവേഡിംഗ് സ്കീമാണ് MPLS എന്ന് പറയുന്നത്. ഇതിനകത്ത് MPLS ഡൊമൈനിൽ വരുന്ന എല്ലാ പാക്കറ്റ്സിന്റെ ഹെഡറിൽ ഒരു ലേബൽ യൂസ് ചെയ്യാറുണ്ട്, ഫിക്സഡ് ലെങ്ത് ലേബൽ യൂസ് ചെയ്യാറുണ്ട് എല്ലാ പാക്കറ്റ്സിന്റെ ഹെഡറിൽ MPLS ഡൊമൈനിൽ വരുമ്പോൾ. ഇനി ഇതിന്റെ ഫോർവേഡിംഗ് ഇക്വലൻസ് ക്ലാസ് അല്ലെങ്കിൽ FEC എന്ന് പറയുന്നത് MPLS ഡൊമൈനിൽ വരുമ്പോൾ, MPLS ഡൊമൈനിലോട്ട് എൻ്റർ ആവുമ്പോൾ പാക്കറ്റ്സിനെല്ലാം ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഗ്രൂപ്പുകൾ പറയുന്ന പേരാണ് ഫോർവേഡിംഗ് ഇക്വലൻസ് ക്ലാസ് അല്ലെങ്കിൽ FEC. അപ്പൊ ഡിഫറെന്റ് FECസിലോട്ട് ഡിവൈഡ് ചെയ്യും. വരുന്ന പാക്കറ്റ്സിനെല്ലാം നോക്കിയിട്ട് അത് നോക്കുന്ന വെച്ചാൽ ഒന്നുകിൽ സോഴ്സ് അഡ്രസ് നോക്കാം, ഒരു പെർട്ടിക്കുലർ സോഴ്സ് അഡ്രസ്സിൽ നിന്ന് വരുന്ന എല്ലാ പാക്കറ്റ്സ്, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് നോക്കാം, ഒരു പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന എല്ലാ പാക്കറ്റ്സും. അങ്ങനെ സോഴ്സ് പോർട്ട് നോക്കാം, ഡെസ്റ്റിനേഷൻ പോർട്ട് നോക്കാം, പ്രോട്ടോകോൾ ടൈപ്പ് നോക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം നോക്കി അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ നോക്കിയിട്ട് ഈ വരുന്ന പാക്കറ്റ്സ് MPLS ഡൊമൈനിലോട്ട് എൻ്റർ ആവുന്ന പാക്കറ്റ്സിനെല്ലാം ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഗ്രൂപ്പുകൾ പറയുന്ന പേരാണ് എന്ത്, FEC. ഇനി ഒരേ സെയിം FECയിൽ വരുന്ന, അതായത് സെയിം ഗ്രൂപ്പിൽ വരുന്ന എല്ലാവർക്കും എന്ത് കൊടുക്കും, സെയിം ലേബൽ കൊടുക്കും. അവരെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും ഒരേ രീതിയിലായിരിക്കും. അപ്പൊ MPLS ഡൊമൈനിലോട്ട് എൻ്റർ ആവുന്ന പാക്കറ്റ്സിനെല്ലാം ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പുകളാണ് എന്തെന്ന് പറയാ, FEC അല്ലെങ്കിൽ ഫോർവേഡിംഗ് ഇക്വലൻസ് ക്ലാസ് എന്ന് പറയാം. ഒരേ FECയിൽ അല്ലെങ്കിൽ ഒരേ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരെയും ഒരേ രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യുക. അവർക്കെല്ലാം കൊടുക്കുന്ന സർവീസ് ഒരേ രീതിയിലായിരിക്കും. ഇങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് സോഴ്സ് അഡ്രസ് നോക്കിയിട്ടോ, പാക്കറ്റ്സ് ഒക്കെ എവിടെ നിന്ന് വരുന്നെന്ന് നോക്കിയിട്ടോ, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ അഡ്രസ് നോക്കിയിട്ടോ, എങ്ങോട്ട് പോകുന്നെന്ന് നോക്കിയിട്ടോ, സോഴ്സ് പോർട്ട് അഡ്രസ് നോക്കിയിട്ടോ, ഡെസ്റ്റിനേഷൻ പോർട്ട് നോക്കിയിട്ടോ, പ്രോട്ടോകോൾ ടൈപ്പ് നോക്കിയിട്ടോ, ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ ഏതെങ്കിലും ഒരു കാര്യം നോക്കിയിട്ടാണ് പാക്കറ്റ്സിന് ഇങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലേബൽ. ലേബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു MPLS ഡൊമൈനിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ പാക്കറ്റ്സിനെല്ലാം ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ FECs ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞു. ഒരേ FECയിൽ വരുന്ന എല്ലാ പാക്കറ്റ്സിനെയും ഒരേ രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ FECയിൽ വരുന്ന എല്ലാ പാക്കറ്റ്സിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, ലേബൽ കൊടുക്കണം. അപ്പോൾ ഒരേ FECയിൽ വരുന്ന എല്ലാ പാക്കറ്റ്സിനും എന്ത് കൊടുക്കാം, നമുക്കൊരു സെയിം ലേബൽ കൊടുക്കാം. സോ ലേബൽ വെച്ചിട്ട് ഓരോ പാക്കറ്റും ഏത് FEC അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരേ FECയിൽ വരുന്ന എല്ലാ പാക്കറ്റ്സിനെയും നമ്മൾ ഒരേ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, റൗട്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുക. So label is a short fixed length identifier for identifying a FEC. ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു FEC ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്ന ലേബൽ. അപ്പോൾ ഒരേ FECയിൽ വരുന്ന എല്ലാ പാക്കറ്റ്സിനും സെയിം ലേബൽ ആയിരിക്കും. അവരെല്ലാം ഒരേ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. ഇനി MPLS ഡൊമൈനിൽ MPLS ആക്ടിവേറ്റഡ് ആയിട്ടുള്ള MPLS കേപ്പബിൾ ആയിട്ടുള്ള റൗട്ടേഴ്സിനെ എല്ലാം എന്ത് പേര് പറയും, ലേബൽ സ്വിച്ചിങ് റൗട്ടർ അല്ലെങ്കിൽ LSR എന്ന് പറയും. ഇനി MPLS ഡൊമൈനിൽ ബോർഡറിൽ വരുന്ന, അതായത് ഒരു പെർട്ടിക്കുലർ പാക്കറ്റ്സ് MPLS ഡൊമൈനിലോട്ട് എൻ്റർ ചെയ്യുന്ന റീജിയൻ, MPLSന്റെ ഡൊമൈനിന്റെ ബോർഡറിൽ വരുന്ന റൗട്ടേഴ്സിനെല്ലാം ലേബൽ എഡ്ജ് റൗട്ടേഴ്സ് പറയും. അപ്പോൾ പാക്കറ്റ്സ് എൻ്റർ ആവുന്ന MPLS ഡൊമൈനിലോട്ട് എൻ്റർ ആവുന്നത് എവിടെയാണ്, ഈ ലേബൽ എഡ്ജ് റൗട്ടേഴ്സിലാണ്. അപ്പൊ ലേബൽ എഡ്ജ് റൗട്ടേഴ്സ് ആണ് എൻ്റർ ആവുന്ന പാക്കറ്റിന്റെ ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്ത് ആ ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ലേബൽ ഒക്കെ കൊടുക്കുന്ന ആരായിരിക്കും, ലേബൽ എഡ്ജ് റൗട്ടേഴ്സ് ആണ്. അപ്പൊ MPLS ഡൊമൈനിൽ MPLS ആക്ടിവേറ്റഡ് ആയിട്ടുള്ള റൗട്ടേഴ്സിനെല്ലാം എന്ത് പേര് പറയും, ലേബൽ സ്വിച്ചിങ് റൗട്ടർ അല്ലെങ്കിൽ LSR എന്ന് പറയും. അപ്പൊ MPLS ഡൊമൈനിന്റെ ബോർഡറിൽ വരുന്ന റൗട്ടേഴ്സിന് ലേബൽ എഡ്ജ് റൗട്ടർ എന്ന് പറയും. അപ്പൊ MPLS ഡൊമൈനിലോട്ട് എൻ്റർ ചെയ്യുന്നത് ഏത് റൗട്ടർ വഴിയാണ്, ഈ ലേബൽ എഡ്ജ് റൗട്ടേഴ്സ് വഴിയാണ്.
ഇപ്പൊ ലേബൽ എഡ്ജ് റൗട്ടേഴ്സ് ആണ് ഓരോ പാക്കറ്റിന്റെ ഫസ്റ്റ് ലേബൽ ഒക്കെ ആഡ് ചെയ്യുന്നത്. ഇനി LSP അല്ലെങ്കിൽ ലേബൽ സ്വിച്ച്ഡ് പാത്ത്. ഈ MPLS ഡൊമൈനിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പാക്കറ്റ്സിനെല്ലാം ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് FECs ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഓരോ FECക്കും പോകാനുള്ള, ഓരോ FEC എന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പിനും പോകാനുള്ള പാത്ത് എന്ത് ചെയ്തു വെക്കും? ഡിഫൈൻ ചെയ്ത് വെക്കും. ഇന്ന പെർട്ടിക്കുലർ ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ന പെർട്ടിക്കുലർ പെട്ട FECയിൽപ്പെട്ട എല്ലാ പാക്കറ്റ്സിനും സെയിം പാത്ത്. ആ പാത്തിനെയാണ് എന്ത് പേര് പറയുക? ലേബൽ സ്വിച്ച്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ. സോ ലേബൽ സ്വിച്ച്ഡ് പാത്ത് or LSP means the path along which FEC travels through an MPLS network. ഒരു MPLS ഡൊമൈനകത്ത്, MPLS ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഡൊമൈനകത്ത് ഒരു FECയിൽ പെട്ട പാക്കറ്റ്സ്, ഒരു FEC പെട്ട പാക്കറ്റ്സ് എല്ലാം മൂവ് ചെയ്യാനുള്ള പാത്ത് ഡിഫൈൻഡ് ആയിരിക്കും. ആ പാത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ലേബൽ സ്വിച്ച്ഡ് പാത്ത് അല്ലെങ്കിൽ LSP എന്ന് പറയുന്നത്. നെക്സ്റ്റ് LDP, ലേബൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോട്ടോകോൾ. MPLSനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് LDP അല്ലെങ്കിൽ ലേബൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോട്ടോകോൾ. അതായത് ഒരു MPLS ഡൊമൈനിലോട്ട് എൻ്റർ ആവുന്ന പാക്കറ്റ്സിനെ എല്ലാം ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഡിഫറെന്റ് FECs ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയുള്ള ഡിവൈഡ് ചെയ്യുന്ന എല്ലാ FECസിനും ലേബൽ കൊടുക്കുക. ഓരോ ഗ്രൂപ്പിനും അല്ലെങ്കിൽ ഓരോ FECക്കും ലേബൽസ് കൊടുക്കുക, ലേബൽസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇനി ഓരോ FECക്കും പോകാനുള്ള MPLS ഡൊമൈനിൽ ഫോളോ ചെയ്യാനുള്ള പാത്ത് ഫിക്സ് ചെയ്ത് വെക്കുക, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. പാത്തിനെ LSP എന്ന് പറയും. അപ്പോൾ FECs ആയിട്ട് ക്ലാസിഫൈ ചെയ്യുക, എല്ലാ FECസിനും ലേബൽസ് പ്രൊവൈഡ് ചെയ്യുക, ഓരോ FECക്കും LSPs അല്ലെങ്കിൽ പാത്ത് പ്രൊവൈഡ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ലേബൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോട്ടോകോൾ LDP ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി MPLS LSP ടണലിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ കേസിലാണെങ്കിൽ R2നും R3 LSR, R2നും R3ക്കും ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു ടണൽ LSP ആണ് ഇത് R2, R21, R22, R3 എന്ന് പറയുന്നത്. സോ MPLS എന്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? LSP ടണലിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആർക്കിടെക്ചർ ഓഫ് MPLS. ഇവിടെ MPLS ഡൊമൈൻ കാണിച്ചിട്ടുണ്ട്. ആ MPLS ഡൊമൈനിൽ ബോർഡറിൽ വരുന്ന റൗട്ടേഴ്സിനെല്ലാം നമുക്ക് എന്ത് പേര് പറയാം? ലേബൽ എഡ്ജ് റൗട്ടേഴ്സ് പറയാം. MPLS ഡൊമൈനിൽ ബോർഡറിൽ ബാക്കി നെറ്റ്വർക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനായിട്ട് വരുന്ന റൗട്ടേഴ്സിന് ലേബൽ എഡ്ജ് റൗട്ടേഴ്സ് എന്ന് പറയും. ഇനി അകത്ത് വിത്തിൻ MPLS ഡൊമൈനിൽ അകത്ത് വരുന്നതിനെല്ലാം നമുക്ക് എന്ത് പറയാം? കോർ LSRs എന്ന് പറയാം. ബോർഡറിൽ വരുന്നത് ലേബൽ എഡ്ജ് റൗട്ടേഴ്സ് LERസും അകത്ത് വിത്തിൻ MPLS ഡൊമൈനിൽ വരുന്നത് കോർ LSRസും ആണ്. ഇനി ഒരു പാക്കറ്റ് എൻട്രി ആണ്, ഒരു MPLS ഡൊമൈനിലോട്ട് എൻട്രി ചെയ്യുന്നതിന് എന്ത് പറയും? ഇൻക്രീസ് ലേബൽ എഡ്ജ് റൗട്ടർ എന്ന് പറയും. ഇൻക്രീസ് ലേബൽ എഡ്ജ് റൗട്ടറിൽ കൂടെ ഒരു പാക്കറ്റ് എന്ത് ചെയ്യാണ്? MPLS ഡൊമൈനിലോട്ട് എൻട്രി ചെയ്യുന്നു. സോ അവിടെ വെച്ചിട്ട് ഈ പാക്കറ്റിനെ ഏത് ഗ്രൂപ്പിലാണ് ബിലോങ് ചെയ്യുന്നതെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ഏത് FEC അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്നു എന്ന് ഡിസൈഡ് ചെയ്യുന്നു. ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ FECയുടെ ലേബൽ കൊടുക്കുന്നു. സോ ലേബലിംഗ് എല്ലാം എവിടെയാണ് നടക്കുന്നത്? ഇൻക്രീസ് LER. ഇപ്പൊ ഒരു ലേബൽ എഡ്ജ് റൂട്ടറിലോട്ട് എൻട്രി ചെയ്യാണ്, MPLS ഡൊമൈനിലോട്ട് എൻട്രി ചെയ്യുന്നു. ആ എൻട്രി ചെയ്യുന്ന റൗട്ടർ ഇൻക്രീസ് LER എന്ന് പറയുന്നു. ആ ഇൻക്രീസ് LERൽ വെച്ചിട്ട് ഈ പാക്കറ്റ് ഏത് ഗ്രൂപ്പിൽ ബിലോങ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് FECയിൽ ബിലോങ് ചെയ്യുന്നു എന്ന് ഡിസൈഡ് ചെയ്യുന്നു. അതിന്റെ ലേബൽ കൊടുക്കുന്നു. പിന്നെ ആ FECക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാത്ത് ഡിഫൈൻഡ് ആയിരിക്കും. ആ പാത്ത് അതിനെ എന്ത് പറയും? LSP എന്ന് പറയും. ആ പാത്ത് ആ LSP കൂടെ ഈ പാക്കറ്റിനെ എന്ത് ചെയ്യാണ്? ഫോർവേഡ് ചെയ്യാണ്. ഓരോ FECക്കും ഓരോ ലേബൽ ഉണ്ട്, അതിനനുസരിച്ച് അവർക്ക് ഒരു പാത്തും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഡൊമൈനിനുള്ളിൽ. ആ പാത്തിൽ കൂടെ LSP കൂടെ ഈ പറയുന്ന പാക്കറ്റ്സിനെ എന്ത് ചെയ്യാണ്? ഫോർവേഡ് ചെയ്യാണ്. ഇന്റർമീഡിയറ്റ് LSRസിനെല്ലാം ട്രാൻസിറ്റ് LSRs പറയും. ലാസ്റ്റ് എഗ്രസ് LER അല്ലെങ്കിൽ എഡ്ജ് റൗട്ടർ, പുറത്തോട്ട് പോകുന്ന എഡ്ജ് റൗട്ടറിൽ എത്തിയിട്ട് പിന്നീട് എന്ത് ചെയ്യാണ്? പിന്നീട് ഈ എഗ്രസ് എഡ്ജ് റൂട്ടറിൽ വെച്ചിട്ട് ഈ ലേബൽസ് എല്ലാം റിമൂവ് ചെയ്യാണ്. MPLS ഡൊമൈനിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലേബൽസും കാര്യങ്ങളും വരിക. സോ MPLS ഡൊമൈനിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ ഈ ലേബൽസ് എല്ലാം എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യാണ്. MPLS ഓപ്പറേഷനിൽ ഒരു MPLS ഡൊമൈനിൽ വരുന്ന MPLS ആക്ടിവേറ്റഡ് ആയിട്ടുള്ള റൗട്ടേഴ്സിനെല്ലാം എന്ത് പറയും? LSR എന്ന് പറയും. അപ്പൊ എല്ലാ LSRലും റൂട്ടിംഗ് ടേബിൾ ഫോം ചെയ്യണം. റൂട്ടിംഗ് ടേബിൾ ഫോം ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പാക്കറ്റ് വരുവാണെങ്കിൽ ആ പാക്കറ്റ് ഏത് FEC ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത്, അതിന്റെ ലേബൽ എന്താണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് പാത്തിൽ കൂടെ ഫോർവേഡ് ചെയ്യണം എന്നുള്ള റൂട്ടിംഗ് ടേബിൾ ഫോം ചെയ്യണം.
അപ്പോൾ LDP പ്രോട്ടോകോൾ, ലേബൽ ഡിസ്ട്രിബ്യൂഷൻ പ്രോട്ടോകോളും അതുപോലെ തന്നെ ബാക്കി ട്രഡീഷണൽ റൂട്ടിംഗ് പ്രോട്ടോകോൾസ് ആയിട്ടുള്ള OSPF അതുപോലുള്ള ട്രഡീഷണൽ റൂട്ടിംഗ് പ്രോട്ടോകോൾസും ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഈ പറയുന്ന LSRൽ റൂട്ടിംഗ് ടേബിൾസ് ഫോം ചെയ്ത് വെക്കും. അതായത് ഓരോ ഗ്രൂപ്പും വരുമ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്ന പാക്കറ്റ്സ് ഏത് രീതിയിൽ എങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം എന്നുള്ള റൂട്ടിംഗ് ടേബിൾ ഫോം ചെയ്ത് വെക്കും. Upon receiving a packet, second step ൽ ഇപ്പോൾ ഒരു പാക്കറ്റ് റിസീവ് ചെയ്യാണ്, അതല്ലെങ്കിൽ MPLS ഡൊമൈനിലോട്ട് എൻ്റർ ആവുകയാണ്. എൻ്റർ ആവുന്ന എഡ്ജ് റൗട്ടറിന് നമ്മൾ എന്ത് പേര് പറയും? ഇൻഗ്രസ് LER എന്ന് പറയും. ഇൻഗ്രസ് LER എന്ന് പറയും. അപ്പൊ ഇൻഗ്രസ് LER എൻ്റർ ആവുന്ന എഡ്ജ് റൂട്ടർ, ആ എഡ്ജ് റൂട്ടറിലോട്ട് എൻ്റർ ആവുകയാണ്, MPLS ഡൊമൈനിലോട്ട് എൻ്റർ ആവുന്നു. അവിടെ വെച്ച് ഈ പാക്കറ്റിന് ഏത് ഗ്രൂപ്പിലാണോ പെടുന്നത്, ഏത് FECയിലാണോ പെടുന്നത്, ബിലോങ് ചെയ്യുന്നത്, ആ FECയിൽ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ FECയിലോട്ട് പെടുത്തുന്നു. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് എന്ത് കൊടുക്കുകയാണ്? ആ പാക്കറ്റിന്റെ ലേബിൾ കൊടുക്കുന്നു. ആ FECയുടെ കറസ്പോണ്ടിങ് ലേബിൾ കൊടുക്കുന്നു. ഇനി ഈ ലേബലിനനുസരിച്ച് ആ പാക്കറ്റിന് ഫോർവേഡ് ചെയ്യുന്നു. അതായത് ഓരോ ലേബൽ, ഓരോ ഗ്രൂപ്പിനും, ഓരോ FECക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലേബിൾ ഉണ്ട്. ഓരോ FECക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പാത്ത് അല്ലെങ്കിൽ LSP ഉണ്ട്. ആ LSPക്ക് അനുസരിച്ച്, ആ പാത്തിനനുസരിച്ച് പാക്കറ്റിന് എന്ത് ചെയ്യാണ്? ഫോർവേഡ് ചെയ്യാണ്. ഇനി ഓരോ പാക്കറ്റ് എത്തുമ്പോഴത്തേക്ക് എല്ലാ LSRും എന്ത് നോക്കും? അതിന്റെ ഫോർവേഡിംഗ് ടേബിൾ നോക്കും. ഇത് ഏത് FECയിലാണ് പെടുന്നത്, ഇതിന്റെ ലേബൽ എന്താണ്, സോ കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ പാത്ത് ഏതാണ്, ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാത്ത് ഏതാണ്, സോ ആ രീതിയിൽ എങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം എന്നുള്ള ഫോർവേഡിംഗ് ടേബിൾ നോക്കും. ഫൈനലി ഇത് എഗ്രിസ് LER പുറത്തോട്ട് പോകുന്ന ഈ MPLS ഡൊമൈനിൽ പുറത്തോട്ട് പോകുന്ന LER എഡ്ജ് റൂട്ടറിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ ലേബൽ എല്ലാം റിമൂവ് ചെയ്യും. പിന്നെ ഫോർവേഡിംഗ് എല്ലാം ചെയ്യുന്നത് ആരാണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ആണ് ഫോർവേഡിംഗ് എല്ലാം ചെയ്യുന്നത്. MPLS ഡൊമൈനിൽ അത് ആര് ചെയ്യും? MPLS ചെയ്യും. MPLS ഡൊമൈനിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ MPLS ആഡ് ചെയ്ത് ഈ ലേബൽസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് പിന്നെ ഫോർവേഡിംഗ് എല്ലാം, പാക്കറ്റ് ഫോർവേഡിംഗ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ പാക്കറ്റ് ഫോർവേഡിംഗ് ഹാൻഡിൽ ചെയ്യും.